തത്തേ ഈ മുള്ളുകമ്പി വേണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ കാക്കയിറച്ചിന്ന് ആയുസ് വർദ്ധിക്കുമെന്ന്. എന്റെ കൈ ഒളുക്കും. ഞാനൊരു പേടിപ്പിച്ചോണ്ട് നടന്നേ, അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വന്നേ. കാലിനെന്തെങ്കിലും പറ്റിയോ? സാരമില്ല. നിന്നെ കണ്ട കടിച്ച് തിന്നാൻ തോന്നും. എന്റെ ഭഗവതി, ഇതെന്താ ഇത്? ഞാൻ വെറുത്ത മനുഷ്യന് എന്റെ ദേഹത്ത് തൊടാൻ എങ്ങനെ ധൈര്യം വന്നു? എന്റെ ദേവി, ഈ തത്തയെ കൈകൊണ്ട് എത്ര വെറ്റിലടക്കിയും തന്നു. അയാൾ എന്നോട് ചെയ്തത് ശരിയാണെങ്കിൽ ഈ വെറ്റില സ്വീകരിച്ച് നാളെ ഈ കല്ലിൽ നീ മുറുക്കി തുപ്പണം. ദേവി, നീ എനിക്ക് കാണിച്ചു തരില്ലേ? മുറുക്കി തുപ്പിയല്ലേ? നീ എത്ര അച്ചട്ടാ ദേവി. അപ്പോ അയാളെനിക്ക് വിശ്വസിക്കാം അല്ലേ? ഇതാര്? നമ്മുടെ പുത്തൂര് കേശവനോ? ഇതെന്താ കയ്യില്? വല്ല കുഴിബോംബു ആണോ? ഇത്തിരി തേന മുറിവില് പെരട്ടിയ പെട്ടെന്ന് ഉണങ്ങും. എന്നാ മുറിവ് ഉണ്ടാക്കിയ ആള് തന്നെ പെരട്ടി തരുമോ? കുഴിയുണ്ടാക്കിയതില് മുള്ളുകമ്പിയിട്ടപ്പോ എന്റെ മനസ്സ് നിറയെ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു ഇയാളോട്. ആ ആന ഇങ്ങോട്ട് വന്നപ്പോ എന്റെ ചങ്കിടിച്ചു പോയി. തലയിലേക്ക് ചോരയരിച്ച് കേറിയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലെന്നായി. വിളിച്ചു കൂവിട്ട് ശബ്ദമുണ്ടോ? എന്റെ ചങ്ക് പറിച്ചാ ഞാൻ ഭഗവതീന്ന് വിളിച്ചത്. ഇക്കണ്ട പഴിക്കുകയും വെറ്റിലേക്ക് കൊടുത്തതിന്റെ നന്ദി ദേവി കാണിക്കാതിരിക്കോ? നിന്റെ ദേവിക്ക് മുറുക്കാൻ വലിയ ഇഷ്ടാ. ആണോന്നോ? മുത്തശ്ശി പറയുന്നോന്ന് കേക്കണം. ഒരിക്കൽ തൃപ്പാറ് കാവില് മുത്തശ്ശി തൊഴാൻ പോയപ്പോ കാവിലങ്ങനെ എടുത്തു കെട്ടി പ്രൗഢിയോടെ നിക്കാ ദേവി. തിടമ്പും തടവളയും കഴുത്തില് കാപ്പൊക്കെ ഇട്ടിട്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് പഞ്ഞി പോലെ തൂവെള്ള പല്ലുകാട്ടി ചിരിച്ചോണ്ട് മുത്തശ്ശിയോട് പറയാ, ഒരു മുറുക്കാൻ ഇങ്ങോട്ട് താന്റെ ജാനുമ്മേന്ന്. മുത്തശ്ശി മിനിറ്റിന് മുറുക്കുന്ന ആളാണേ. എന്നിട്ട് കാവിലിരുന്ന് രണ്ടാളും കൂടെ നീട്ടിപ്പിടിച്ചൊരു മുറുക്കങ്ങ് പാസാക്കി. സത്യം ഞാൻ പറയുന്നേ.
എന്നിട്ട് മുത്തശ്ശി പറയാ, ഒന്ന് കാണേണ്ടതായിരുന്നടി തത്തേ എന്റെ ദേവിയുടെ ചുണ്ടിന്റെ ഒരു ചോപ്പ്. അതി പിന്നെ അവര് തന്നെ വലിയ കൂട്ടായിരുന്നത്രേ. അവിടുന്ന് അങ്ങോട്ട് മരണം വരെ മുടങ്ങാണ്ട് വെക്കായിരുന്നു. മുത്തശ്ശിയുടെ വക ദേവിക്കൊരു വെറ്റിലെ മടക്കേ. മുത്തശ്ശിയുടെ ഈ പഴയ ഗുണ്ട് കഥ തത്ത വിശ്വസിച്ചിരിക്കുക. ഞാൻ ആലോചിക്കാ തത്ത, ഒരു കൊല്ലന്റെ ആലയ്ക്കകത്ത് ഇതുപോലൊരു ഇടിവെട്ട് ചരക്ക്. ഓ, എങ്ങനെ ഉണ്ടാടാ എന്റെ അപ്പ. അതെ, ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോ എനിക്ക് എന്റെ ജാനുമുത്തശ്ശി ആട്ടുംപാലിൽ ഒത്തിരി കുങ്കുമപ്പ് വരച്ചു തന്നിട്ടാ. ഓഹോ, അപ്പൊ നിന്റെ ചേട്ടൻ വാക്കത്തി വാസുവിന് നിന്റെ മുത്തശ്ശി ഇരുമ്പ് അരച്ചു കൊടുത്ത് ഒരുമാതിരി കരിവീട്ടിക്ക് പോളിഷ് അടിച്ചോലിരിക്കുന്നു. യവനെന്താ ഒറ്റക്കിരുന്നിരിക്കുന്നേ? ആനയുടെ അണ്ടർ കട്ട് കണ്ട് മേടിച്ച് ആശാന്റെ ഫാൻ ബെൽറ്റ് ലൂസായിന്നാ തോന്നണേ. തലേ കുത്തി വേണം. എടാ അപ്പനെ, അവൻ ചാലിന്ന് പള്ളത്തിയെ പിടിച്ച് കഞ്ഞിക്കാലത്തിലിട്ട് കളഞ്ഞല്ലോടാ. ടൈറ്റാനിക് കടല്ലേ ഇറക്കിയല്ലേ, ഐസ് കട്ടേനെ ഇടിപ്പിക്കല്ലേ. എനിക്ക് വലിയ ഇഷ്ടമായാളെ. വലിയ ഇഷ്ടം എന്ന് വെച്ചാ എന്നടാ? തത്തേച്ചിയെ, ചേച്ചിയുടെ വലിയ പിസ്റ്റനാ വാലിബൻ. ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവാന്നാ പറഞ്ഞിരിക്കണേ. അയ്യോ, നീ ആരോടും പറയില്ലേടി തത്ത. ഇതെന്താ തത്തെ, മലയാർഭൂതം ഉറങ്ങി എഴുന്നേറ്റ് പോലുണ്ടല്ലോ. അയ്യേ, ഇങ്ങനെയുണ്ടോ ആണുങ്ങള്? വഷളൻ, മരപ്പട്ടി, കോന്തൻ. ഈർക്കിലെ ചാരിറ്റി ഇളിച്ചു കാണിച്ചാലും പുറകെ കൂടിക്കോളും. പെങ്കോന്തൻ. ഇതാരാ തത്തെ ഇത്ര വൃത്തികെട്ടവൻ? നിന്റെ ചേട്ടൻ ബെൽറ്റ് വാസു ആണോ? ഓ, എന്റെ ചേട്ടൻ്റെ അടുത്തോട്ട് ഇളിച്ചു കാണിച്ചോണ്ട് ചെന്നേച്ചാ മതി. മോന്നയുടെ ഷേപ്പ് മാറ്റും. ഇയാൾക്ക് നാണല്ലേടോ ആ പേപ്പിട്ട് നേരം മോളുടെ പുറകെ നടക്കാൻ? ഇതാണോ കാര്യം? ആ, അത് തന്നെയാ. എനിക്കിതൊക്കെ ഇതൊരു പ്രശ്നമുള്ള കാര്യങ്ങളാ. തത്തേനെ കരിമ്പ് കാട്ടി മോഹിപ്പിച്ച് കാഞ്ഞിരക്കുരു തരരുതായിരുന്നു. അയ്യേ, എന്റെ തത്തെ, നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ പുഷ്പത്തെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞതോ? അതങ്ങനെ ആർത്തി പറഞ്ഞല്ല. കറണ്ട് എടുക്കാൻ 100 പറഞ്ഞുറപ്പിച്ചിട്ട് വന്നേ വാക്ക് വ്യത്യാസം കാണിച്ചു. 100-150 ആക്കിയ പേപ്പട്ടി നായര് നമ്മുടെ വാലിബൻ ഹിറ്റാണെന്ന് കണ്ടപ്പോ അടുത്ത ദിവസം അവളെ 250 ആക്കി. അങ്ങനെയാണ് വേറെ അടുത്തുനിന്ന് കറണ്ട് എടുക്കണം. അതിന് 3 ഫേസ് ലൈൻ ഇവിടെ അടുത്ത് അവിടെ മാത്രമല്ലേ ഉള്ളൂ. കാശ് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് പേടിച്ച് ഞാനൊരു തടയിട്ട് കൂടെ കൊണ്ടുവന്ന് പറഞ്ഞല്ലേ. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ കാശ് കൊടുക്കാൻ പാടൂ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ പറ. ഒട്ടക്കിയ സപ്ലൈ കട്ട ഒരു ജനറേറ്റർ വാടക എടുക്കാന്ന് വിചാരിച്ച ദിവസം 500 പോക്ക. 500 രൂപ എന്നൊക്കെ പറഞ്ഞ എന്റെ കോൺ തെറ്റിയത് തന്നെ. എന്റെ തത്തേ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ പറ്റിക്കുമെന്ന്? നിന്റെ മുത്തശ്ശി ജാനുവമ്മയ്ക്ക് കുടമാളൂറമ്മയെ പോലെ എനിക്ക് നീ. പെണ്ണിന് വല്ലാതെ തണുക്കുണ്ടെന്ന് തോന്നണു. ഉഷ്ണിക്കുന്നു. ഏട്ടത്തിയമ്മ എന്തിനാ ചിരിക്കണേ? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല, പിന്നെ എന്തിനാ ചിരിക്കുന്നേ? അതോ, ഇതിനകത്തിരിക്കുന്ന ആളല്ലേടി ശിവൻകുട്ടൻ പറഞ്ഞ ആള്. ഏതാള്? ഓ പെണ്ണേ, കിഴക്കൻ കാറ്റടിച്ച് താഴെ വീണ കലണ്ടറേ ഞാൻ ആ കമ്പി കൊണ്ട് കെട്ടിവെച്ചത്. എന്റെ മറ്റവനെ ആരും കാണണ്ടാന്ന് കരുതി. ആ, അവന്റെ വാളത്തല്ല പൂച്ച കട്ടോണ്ടോ എന്ന് പറയാം അല്ലേ? എന്താ തത്തെ? ഇന്നലെ രാത്രി ആ ശിവൻകുട്ടൻ വന്ന് വാസുവേട്ടനോട് ഞാൻ നിങ്ങളുടെ കൊട്ടയ്ക്കകത്താ താമസമൊന്നും എന്നെ പിഴപ്പിക്കുന്നൊക്കെ പറഞ്ഞ് വാക്കത്തെടുക്കലും പ്രശ്നമൊക്കെ ആയിരുന്നു. വാസുവേട്ടൻ തിരിഞ്ഞ് എന്നോടൊരു ചോദ്യം.
കേട്ടതൊക്കെ സത്യമാണോടിന്ന്. നീ എന്തു പറഞ്ഞു? ആ മുഖം കണ്ടെന്റെ ശ്വാസം നിലച്ചുപോയി. അവൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറഞ്ഞു. നിനക്ക് സത്യം അങ്ങ് പറയരുതായിരുന്നോ? ഞാൻ നിന്നെ പഴപ്പിക്കാൻ കൊണ്ടിടന്നൊന്നുമല്ലോ. സത്യം പറഞ്ഞിരുന്നെങ്കിൽ കാണായിരുന്നു. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒറ്റക്കണ്ണൻ. അവന്റെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് പൂവൻ കോഴിയൊക്കെ ആയിട്ട്. ഇന്നലെ അവന്റെ കൈകൊണ്ട് എന്റെ ഈ കാശിമാലയുടെ തുമ്പത്ത് ഒരു മിന്നൂടെ കേറിയനെ. എന്തോ എനിക്ക് പേടിയാവുന്നു. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. ഞാൻ എവിടെ വിളിച്ചാലും വരാം. എന്താ ഒന്നും മിണ്ടാത്തെ? വേണ്ട തത്തേ, തീ ചുട്ടുപഴുത്ത കാച്ചിരുമെടുത്ത് നിനക്ക് വേണ്ടി ഒത്തിരി പൊള്ളിച്ചതാ കൈത്തലം. ആ മനസ്സ് അനുവദിക്കും വരെ ഞാനിവിടെ നിന്നോളാം. ഹേ, നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ഈ നെഞ്ച് കരിങ്കല്ലാണെങ്കിലും കൽക്കണ്ടായി കരള്. ഇവനെ ആ ഉണ്ട നിന്ന കൂട്ടിലേക്ക് പിടിച്ചിട്ടാ. മനസ്സിലായി, ഇപ്പൊ ശരിക്കും മനസ്സിലായി. മോനെ നിങ്ങോട്ട് തന്നേ. ഇതും കൊണ്ട് അകത്ത് പോയാലേ നീ ക്ഷീണിക്കും. അകത്തേക്ക് ചെല്ല് ചെല്ല് ചെല്ലടാ. എന്താ തത്തേ, കരയല്ലേ? 3 വർഷം 3 നിമിഷം പോലെ ഉള്ളൂ.